വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം പ്ലേ എടുത്ത് നമ്മൾ വോയിസ് ഓവർ ചെയ്യല്ല. ഇപ്പോൾ കറൻ്റ് ഞാൻ വിചാരിച്ച് ഒരു മാച്ച് ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ ഡിവിഷൻ 3 കയറി, പക്ഷെ കയറി അപ്പം തന്നെ ഒരു 5 പൊട്ടി. ടപ്പ് എന്ന് പറഞ്ഞിട്ട് 5 പൊട്ടി. അതുപോലെ തന്നെ 3 ഡ്രോയിങ് കിട്ടി. ലാസ്റ്റ് മാച്ചാണ് നമുക്കൊരു ലാസ്റ്റല്ല, ഏതൊരു മാച്ച് മാത്രം നമ്മൾ ജയിച്ചുള്ളൂ. അതെ, മാഞ്ചസ്റ്ററായിട്ട് മലയാളിയായിട്ടാണ് ഒരു ഗോളിന് ജയിച്ചു. ബാക്കി എല്ലാ കളിയും വട്ടത്തിൽ മൂഞ്ചി. 1500, 1300, 1200 അങ്ങനെയാണ് നമുക്ക് റേറ്റിംഗ് കിട്ടാറ്. അത് കുറഞ്ഞ 1153 വരെ പോയി. പിന്നെ ഞാൻ ലാസ്റ്റ് കളിച്ച 2 ഒരു ഡ്രോയും ഒരു ജയ ആയതുകൊണ്ട് നമുക്ക് എത്ര പോയിൻ്റ് കയറി. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാച്ച് കളിക്കാമെന്ന് വെച്ചു. ഇതാണ് എൻ്റെ സ്കോഡ് വരുന്നത്. 4-1-2-3 ആണ് വരുന്നത്. ഇതാണ് എൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ കളി ഞാൻ കളിക്കാറുള്ള ഒരു സ്കോഡ്. നമുക്കൊരു മാച്ച് പോവാം. പിന്നെ എൻ്റെ പേര് അമൻ. നമ്മളിപ്പോൾ നമ്മളിനി ഓരോ വീക്കിലി ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, പിന്നെ ലൈക്കും കൊടുക്കണം, മറക്കരുത്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി അടുത്ത വീഡിയോസിൽ വരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്പോണൻറ്റും ലെയർ പുഷർ തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഇത് മാറ്റാം, യൂണിഫോം മാറ്റാം, ബെറ്റർ. എൻ്റെ ബെസ്റ്റ് ഫുൾ റെഡ്. ദേവാ, നമ്മളെ എവേ ടീമല്ലേ, നമ്മളെ എവേ ടീമാണ്. അപ്പം നമ്മൾ റെഡും അയാൾക്ക് വൈറ്റും കൊടുക്കാം. എങ്ങനെയുണ്ട് നോക്കാം. സ്പീഡ് നമുക്ക് ഓൾട്ടർ 4. ഇതിൽ സ്റ്റേഡിയം നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ആംബിയൻസ് നന്നായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓരോ സ്റ്റേഡിയംസ് ഇങ്ങനെ മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സാൻസിറോ നൈസ് സ്റ്റേഡിയം ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ കളിക്കുമ്പോഴും ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഓൾട്ടർ 4 ഇട്ടിട്ടുള്ളത്. നമുക്ക് നൈസായിട്ട് ഇനിയസ്റ്റയ്ക്ക് ഫോമുണ്ട്. ഇനിയസ്റ്റ് സെക്കൻഡ് ഹാഫിലാണ്, പാട്രിക്കിനുള്ള ഇയറ. ഓ, സീനാണല്ലോ, യങ് പ്ലേയേഴ്സ് ഫുള്ള്. നൈസാണ്. PSG-യുടെ കോച്ചൊക്കെ നൈസായിട്ടുണ്ട്. ഞാൻ ഏതൊക്കെ പ്രൈസിന് പറ്റിയിട്ടും എൻ്റെ ഓപ്പണിങ്ങിൽ ഞാൻ കുന്നിങ്ങിനെ വെച്ച് കളിപ്പിക്കുള്ളൂ. കാരണം ഐ ലവ് ദിസ് മാൻ. ഈ പ്ലെയറിൻ്റെ നൈസാണ്. ലെജൻഡ് കാർഡാണെങ്കിൽ പോലും നൈസ് കാർഡാണ്. നമുക്ക് മാച്ചിലേക്ക് പോകാം. ചെക്കന്മാരെ വെയിറ്റ് ചെയ്തിരിക്കും. ഈ കളി നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും, തോറ്റാലും ജയിച്ചാലും. കാരണം ഞാനൊരു പ്രൊഫഷണൽ പ്ലെയറോ അതൊന്നുമല്ല, സാധാരണ ഒരു കളിക്കാരനാണ്. അപ്പോൾ നമ്മൾ സ്കില്ലിട്ട് കളിക്കുക അല്ലെങ്കിൽ അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളതിൽ കൂടുതലും ഇരിക്കാറില്ല. നമ്മളിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ ഒരു പ്ലെയറാണ്. മണ്ടത്തരങ്ങളാണ് കൂടുതലും ചെയ്യുക. അപ്പോൾ നിങ്ങൾ കളി കാണാൻ പറയാം മണ്ടത്തരങ്ങൾ ഏതൊക്കെയാണ്. ഒന്ന് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹോളി ഷിറ്റ്, അവരുടെ മണ്ടത്തരം ചെയ്തു. മണ്ടത്തരല്ല, നമ്മൾ പ്ലെയർ ബോൾ എടുത്തില്ല. ഫെർണാണ്ടസ്, ഞാൻ ഇതിനെ മാറ്റിയിട്ടാണ് ഇട്ടേക്കണം കേട്ടോ.
ലോഡ് ആൻ്റണി കളിക്കാനുണ്ട് മോനെ. പവർ കൗണ്ടർ ആടാ. ഇങ്ങനെ വിജയശാനെ കൊണ്ട് ഓടിപ്പിക്കുന്നു. ദിസ് ഈസ് ദ മാൻ. ആഫ്രിക്ക വേറെ റൈറ്റ് ഇങ്ങനെ പോയിട്ടാണ്. എടാ സീൻ അറിയാമല്ലേ. മെസ്സി എനിക്ക് മെസ്സി എടാ ആൻ്റണി. മാൻ ആൻ്റണി എടാ ഇതെത്തിപ്പോയിടാ. നൈസ്. വേണ്ട, ഇതാണ് എനിക്ക് ഏറ്റവും മണ്ടത്തരം. ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പോണന്നെ ഇട്ട് കൊടുക്കണം. എടാ എന്നിട്ട് പറഞ്ഞു നെയ്മാർ ഇടിച്ചിറത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ലൊരു പ്ലെയർ ആണെങ്കിൽ സ്കില്ലൊക്കെ ഇട്ടിട്ട് ബോൾ എടുക്കായിരിക്കും. നമുക്ക് സ്കില്ലിനെ കുറിച്ച് കുറച്ചറിയാം, പക്ഷെ അത് പ്രോപ്പർ ടൈമിങ് അല്ല കറക്റ്റ്. നൈസ്. സ്റ്റാഫ് കോളുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഫുൾ അവരുടെ കയ്യിലായിരുന്നു. നമുക്ക് 31%. സെക്കൻഡ് ഹാഫ് നമുക്ക് സീനാക്കാം. നന്നാക്കിൽ കൊടുക്കാം. 10 10 2 കൊടുക്കണം. ഇല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ ആണ്. കളി തോറ്റ് തുടങ്ങുന്നത് ശരിയല്ല. നമ്മൾ മുമ്പ് ഇന്ത്യൻസ് ഫാനായതുകൊണ്ട് തോറ്റിട്ട് തുടങ്ങണമെന്നാണ് അടിപൊളി. എന്നാലും വേണ്ട, ഫസ്റ്റ് ഓൺലൈൻ മാച്ചായിട്ട് തോക്കാന്ന് പറയുമ്പോൾ നൈസ്. ആടാ കൊണ്ടുപോവാൻ നൈസ്. നെയ്മർ എടാ മെസ്സി. നൈസ് നെറ്റ്വേർഡ്. ഓ സീൻ. എന്നാണ് നെറ്റ്വേർഡ് എനിക്കിഷ്ടം. ആള് ഓൾ പ്ലെയർ ആണ്. കറക്റ്റ് ആളില്ലാത്ത സ്ഥലത്ത് വന്ന് നിൽക്കും. അതാണ് ഒരു ആളെ മാർക്ക് ചെയ്യാൻ ആളുണ്ടാവില്ല. അതേ സ്ഥലത്തേക്ക് പോയിട്ട് നിൽക്കും, ഗോൾ അടിക്കുകയും ചെയ്യും. ലീഗിൽ എൻ്റെ റൂമിനിങ്ങിനെക്കാട്ടും ടോപ്പ് സ്കോറാണ് നെറ്റ്വേർഡ്. കാരണം നമ്മൾ വിചാരിക്കാത്ത പൊസിഷനിൽ ആളുണ്ടാവും ഗോൾ അടിക്കാൻ, അതുപോലെ ഡിഫെൻഡ് ചെയ്യാൻ. Me Casillas 19 വയസ്സുള്ള കസിലാസിന് ആത്തിൻ്റെ കാടാ. ആ ഒരു കോർണറൊക്കെ ആളുടെ സീനാണ്. ആള് വന്നെടുത്തോളും. ഈശ്വര കസിലാസ്
കോർണർ എടുക്കണേ. നൈസ് മെസ്സി 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 മെസ്സി. നൈസ് ഗോൾ. എടാ നെയ്മർ. എടോ വാങ്ങാത്തല് എംബാപ്പല്ലേ ശരിക്കും പറഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ നൈസായിട്ട് കയറി. സിമ്പിൾ പാസ്, സിമ്പിൾ ഗോൾ. സീനില്ല, എനിക്ക് പിടിക്കാം, എനിക്ക് പിടിക്കണം, കംബാക്ക് അടിക്കണം. എടാ ആന്റണി. നെയ്മർ 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 നെഡ്വേഡ്. സീൻ ആടാ എൻ്റെ ദൈവം. ഞാനൊരു ഒരു ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ കറൻ്റ് കുറച്ച് കളി കളിച്ച് തുടങ്ങിയപ്പോൾ ഇത് നമ്മൾ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നടക്കുമെന്നറിയില്ല. റൈറ്റ് ലെഫ്റ്റ് വിങ്ങിലാണ് കളി വരാം. ഒക്കെ കസലാസ് എടുക്കും. എടാ ഡ്രോ കിട്ടുന്നോടാ, ഡ്രോ കിട്ടും. ലാസ്റ്റ് നമുക്ക് 2 പേരെ ഓടി. മെസ്സി മെസ്സി. എടാ എൻ്റെ നെയ്മറെ ലാസ്റ്റ് ഗോൾ നശിപ്പിച്ചിട്ടുള്ള കഴിഞ്ഞിട്ടില്ല. ഡ്രോ. അങ്ങനെ ആ മാച്ച് മൂഞ്ചി. അവന് പോയിന്റ് കൂടുതലുള്ളതുകൊണ്ട്, 7 റാങ്കിങ്ങിൽ കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് പ്ലസ് കിട്ടുമെന്ന് തോന്നുന്നു. 5 പോയിന്റ്. ഞാനപ്പോൾ ഈ വീഡിയോ എന്തായാലും ഓക്കെ വിൻ റേറ്റ് 10%. 10% കിട്ടാൻ സാധിക്കുന്നു. ബാക്കി എല്ലാ കാര്യം പോലും ഇല്ല. നമ്മൾ തിരിച്ചു വരും. നമ്മൾ ഡിവിഷൻ 3 കിടക്കും, ഡിവിഷൻ 1, 2 കിടക്കും, ഡിവിഷൻ 1 കിടക്കും. വേൾഡ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തും. അത്ര എത്തിയില്ലെങ്കിലും ഡിവിഷൻ 1 വരെയെങ്കിലും എനിക്ക് എത്തണമെന്നുണ്ട്. ആ ഒരു ജേണിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാനെൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഗെയിം കളിക്കുമ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ബൈ. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.